പ്രതാപ, നിനക്കും നമ്മുടെ കുടുംബത്തിനും ഇത്രയും ദ്രോഹം ചെയ്ത അവനെ എന്തു ചെയ്യാനാ നിന്റെ ഉദ്ദേശം? വെറുതെ വിടണം എന്നാണോ? എനിക്കറിയാം ഇനി എന്താ വേണ്ടെന്ന്. ഇത്രയും നാൾ രാഷ്ട്രീയത്തിൽ നിന്നത് പിന്നിൽ നിന്നും ചതിച്ചവരെയും മുന്നിൽ നിന്നും കുത്തിയവരെയും എല്ലാം കണ്ടും കൊടുത്തും തന്നെ. എന്നെയും എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന രാജുവിനെ പെട്ടെന്നില്ലാതാക്കുന്നത് ബുദ്ധിയല്ല. എല്ലാത്തിനും ഒരു സമയം വരെ കാത്തിരിക്കണം. ഇത്രയും നാളും കാത്തിരുന്നിട്ട് കത്താത്ത അടുപ്പ് ഇപ്പോഴാ കത്തി തുടങ്ങിയത്. ദീപകേ, ഇനി നീ നോക്കിക്കോ. ഈ കാണുന്ന സ്വത്തിന് മുഴുവനും അധിപതിയായി ഞാൻ നിന്നെ വാഴിക്കും. പ്രതാപൻ ഞാൻ വരയ്ക്കുന്ന വഴിയെ നടക്കും. മാറി ചിന്തിക്കാൻ അവിടെ ഒരു രാജ്യവും കാണില്ല. മോളെ, മോൾക്കാകെ വിഷമായി അല്ലേ? ഏയ്, അതൊന്നും സാരമില്ല രാധമേ. ഞാൻ എടുത്തുചാടി ചെയ്തതല്ലേ. അതിന്റെ പേരിലുണ്ടായ ബുദ്ധിമുട്ടുകൾ ഞാനും കണ്ടതല്ലേ. വിചാരിക്കാത്തതൊക്കെ സംഭവിക്കുമ്പോ എല്ലാവർക്കും വിഷമാവും. അവര് വല്ലതൊക്കെ പറയും. അത് സ്വാഭാവികല്ലേ. അത് മോളുടെ നല്ല മനസ്സ്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാതെ രാധമ്മ നോക്കിക്കോളാം. ആരും വിചാരിക്കാത്തൊരു കല്യാണം കഴിഞ്ഞുള്ള ആദ്യ രാത്രി. അതിന് ചടങ്ങുകളും ആഘോഷങ്ങളൊക്കെ സാധാരണ. പക്ഷേ ഇന്നിവിടെ അതൊന്നും സാധിക്കില്ല. എല്ലാം എനിക്കറിയാവുന്നതല്ലേ. ശ്രീയുടെ വിഷമം അതെനിക്കും സഹിക്കാനാവുന്നില്ല രാധമേ. മോൾ അതൊന്നും ചിന്തിക്കണ്ട. ദേ, പുതിയൊരു ജീവിതം തുടങ്ങാ. അത് സന്തോഷത്തോടെ തന്നെ ആരംഭിക്കണം. ഈ മനപ്രയാസമൊക്കെ മാറ്റിവെച്ച് മോള് സമാധാനായിട്ടിരിക്കണം. ആ, രാജുവിന്റെ മുറിയൊക്കെ വൃത്തിയാക്കി പുതിയ വിരിയൊക്കെ വിരിച്ച് കിടക്ക ഒരുക്കിയിട്ടുണ്ട്. മോള് മുറിയിലേക്ക് ചെല്ല. ആ, രാവിലെ തൊട്ട് ഒരേ വേഷത്തിലിരിക്കല്ലേ മോള്? കല്യാണം കഴിഞ്ഞു വരുന്ന പെൺകുട്ടികൾക്ക് രണ്ടാം കോടി എന്ന് പറഞ്ഞ് പുത്തൻ ഡ്രസ്സാ മാറാൻ കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ ഒന്നും കരുതിയിട്ടില്ല മോളെ. പുതിയൊരു ഡ്രസ്സ് തരാൻ പോലും ഇവിടെയില്ല. ഇത് ശ്രീയുടെ ഒരു ജോഡി ഡ്രസ്സാ. മോളെ ഇതൊക്കെ മാറ്റി കുളിച്ച് ഫ്രഷ് ആവ്. ഞാനിതിവിടെ വെച്ചേക്കട്ടെ? ആ, ശ്രീ, ഇങ്ങനെ കരഞ്ഞോണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? കരയാതെ. ചേച്ചിക്കറിയില്ലേ, ഞാൻ ഈ ദിവസം ഒരുപാട് സ്വപ്നം കണ്ടതാ. ഒരിക്കലും ഈ കല്യാണം നടക്കില്ലെന്ന് മനസ്സിലായപ്പോ ഞാൻ എല്ലാ ആഗ്രഹവും എന്റെ മനസ്സിൽ കുഴിച്ചു മൂടിയതാ. പിന്നെ എനിക്ക് ആഗ്രഹം തന്ന് മണ്ഡപത്തിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴല്ലേ ചേച്ചി ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്റെ ജീവിതം തന്നെ തകർന്നില്ലേ. നിന്റെ ജീവിതം മാത്രമല്ലല്ലോ, എന്റെ ജീവിതം ഏതാണ്ട് തൊലഞ്ഞില്ലേ. ഇന്ന് തന്നെ എനിക്ക് പോവാൻ പറ്റുമെന്നാ ഞാൻ കരുതിയേ. എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയില്ലേ. ഞാനിനി എന്താ ചേച്ചി ചെയ്യേണ്ടത്? ഇനി ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? എല്ലാം അവള് കാരണോ? റിതിക അവക്ക് മാനോ മര്യാദയായിട്ട് പറഞ്ഞുറപ്പിച്ച കല്യാണവും കഴിച്ച് സുഖമായിട്ടങ്ങ് ജീവിച്ചാ പോരായിരുന്നോ? കല്യാണത്തിന്റെ അന്ന് തന്നെ മതില് ചാടിയേക്കുന്നു. ഇവളൊക്കെ എന്താ ചെയ്യണ്ടേ? ഒറ്റ
മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാൻ വന്ന ജന്തു. ഞാനിനി എന്താ ചേച്ചി ചെയ്യേണ്ടത്? ഇനി ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? എല്ലാം അവള് കാരണോ? ഒറിതിക. അമ്മ നിർബന്ധിച്ചോണ്ടാ. എതിർത്ത് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങ് കൊണ്ടുവന്നു. ഈ പാല് മാഡം കുടിച്ചോളൂ. രാജു, ഞാൻ പറഞ്ഞല്ലോ, സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു രാജുവിന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നുള്ള കാര്യം. രാജുവിന് രമ്യ ഇഷ്ടായിരുന്നല്ലേ? അതിനിടയിലേക്ക് ഞാനൊരു ശല്യമായിട്ട് ഇവിടേക്ക് കയറി വന്നത്. ഞാൻ രമ്യയോട് സംസാരിക്കാം. ഞാൻ കാരണം രാജുവിന്റെയും രമ്യയുടെയും ബന്ധത്തിലുണ്ടായ വിള്ളൽ ഞാനായിട്ട് തന്നെ പരിഹരിക്കാം. ഞാൻ സംസാരിക്കാം രമ്യയോട്. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇതെല്ലാം ഒരു അഭിനയം മാത്രമാണെന്ന് ഞാൻ പറയാം. അതൊന്നും വേണ്ട മാഡം, ഞങ്ങൾ തമ്മില് അങ്ങനെ ഒരു ബന്ധവുമില്ല. എന്റെ മനസ്സില് പ്രണയം, കല്യാണം അങ്ങനെയുള്ള ഒരു ചിന്തയുമില്ല. കുറെ കാര്യങ്ങള് ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. ഇതിപ്പോ ഇങ്ങനൊരു കല്യാണത്തിന് സമ്മതിച്ചത് വേറൊന്നും കൊണ്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, ശ്രീയുടെ കല്യാണം നടക്കണം. അത് മാത്രമായിരുന്നു ഞാൻ എന്റെ കല്യാണത്തിന് സമ്മതിച്ചതിന്റെ കാരണം. അത് നടക്കാതിരുന്നത് എന്തായാലും നന്നായെന്നാ കരുതുന്നത്. അല്ല രാജു, രമ്യ ശരിക്കും രാജുവിനെ സ്നേഹിച്ചതല്ലേ? അവൾക്കും ഒരു മനസ്സില്ലേ? ഈ കല്യാണത്തിന് അവളും അത്രയ്ക്ക് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ? മാഡം, അതിനെക്കുറിച്ച് നമ്മളിപ്പോ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ശരിയേത് തെറ്റേത് എന്ന് കീറി മുറിച്ച് പരിശോധിച്ചിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാനില്ല. കഴിഞ്ഞത് കഴിഞ്ഞത് തന്നെയാ. ഇനി എത്ര ശ്രമിച്ചാലും അതൊന്നും ശരിയാവില്ല. ശരിയായാലും ഏച്ചു വെച്ചാൽ മുഴച്ചിരിക്കും എന്ന് പറയുന്നത് പോലെ ആയിരിക്കും. ഒരുപാട് കഷ്ടപ്പെട്ട് സമസ്ത അപരാധം പറഞ്ഞ് ഓരോരുത്തരെയും വിശ്വസിപ്പിച്ച് നിരപരാധിത്വം തെളിയിച്ചാലും അതെല്ലാം എന്നും മനസ്സിൽ കരടായിട്ട് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ രമ്യയോടോ ഈ വീട്ടിൽ ആരോടും ഒന്നും തന്നെ പറയാൻ നിൽക്കണ്ട. മനസ്സിലായ മേഡത്തിന്? ഇനി നാളെ പൂജയെന്നും പറഞ്ഞ് അച്ഛൻ എന്തൊക്കെയാണാവോ കാണിക്കാൻ പോകുന്നത്. അയ്യോ, മാഡം കിടന്നോളൂ, ഞാൻ താഴെ പാവിരിച്ച് കിടന്നോളാം.
എന്താ മേഡം ഈ കാണിക്കുന്ന? എന്താ രാജു? മാഡം എന്തിനാ നെറ്റില് സിന്ദൂരം തൊടുന്ന? എന്താ രാജു? രാജു എന്താ ഇങ്ങനെ ചോദിക്കുന്ന? ആ അല്ല, ഇങ്ങനെ സിന്ദൂരം തൊടുന്നത് കല്യാണം കഴിഞ്ഞവരല്ലേ? ആ അതെ. പിന്നെന്തിനാ മാഡം കുങ്കുമം തൊടുന്ന? കല്യാണം കഴിഞ്ഞതുകൊണ്ട്. മാഡം വേണ്ട, ഇത് ശരിയല്ല. മാഡത്തിന്റെ അവസ്ഥ കണ്ടപ്പോ ഞാൻ സഹായിക്കാമെന്ന് ഏറ്റത് അത് ശരിയാണ്. പക്ഷെ മാഡം ഈ കാണിക്കുന്നതൊന്നും എനിക്കങ്ങ് ഡൈജസ്റ്റ് ആവുന്നില്ല. രാജു, നെറ്റിയില് സിന്ദൂരം തൊട്ടോന്ന് വെച്ച് എന്ത് സംഭവിക്കാനാ? അതിലെന്താ തെറ്റ്? സീമന്തരേഖയില് സിന്ദൂരം ചേർത്തുന്നത് സുമംഗലികൾ ചെയ്യുന്ന കാര്യങ്ങളാ. മാഡം പക്ഷെ സുമംഗലിയല്ല. മാഡത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. തമാശയ്ക്ക് പോലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല മാഡം. രാജു, ഈ സിന്ദൂരം രാജു എനിക്ക് ചാർത്തി തന്നാൽ അത് തെറ്റ്. ഇത് ഞാൻ തന്നെയല്ലേ തൊടുന്നത്, അതില് തെറ്റില്ല. പക്ഷെ മാഡം, നമ്മളിപ്പോ ഭാര്യ ഭർത്താക്കന്മാരെ അഭിനയിക്കുക. ഇത് മറ്റാർക്കും അറിയേയില്ല. ഞാനിപ്പോ സിന്ദൂരം നെറ്റിയിൽ ചാർത്താതെ പുറത്തിറങ്ങിയ ഓരോരുത്തരും ചോദിക്കും എന്താ സിന്ദൂരം ഇടാത്തെന്ന്. പറയാൻ എനിക്ക് ഉത്തരം ഉണ്ടാവില്ല. അത് അപ്പോ എന്തെങ്കിലും കള്ളങ്ങളൊക്കെ പറയാം. ഓരോ പ്രാവശ്യവും എത്ര കള്ളങ്ങൾ പറയാൻ പറ്റും രാജു? പകരം ഇപ്പൊ ഇങ്ങനെ ചെയ്താ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. മാഡം, രാജു ടെൻഷൻ ആവണ്ട. ഇതിനെയും ഒരു അഭിനയമായിട്ട് കണ്ടാ മതി. പക്ഷെ പ്ലീസ് രാജു, എന്നെ വിശ്വസിക്കേ. ഒന്നും സംഭവിക്കില്ല. എല്ലാം നല്ലതിനു വേണ്ടിയല്ലേ? ശരി, അച്ഛനും അമ്മയും റെഡിയായി നിൽക്ക. മാഡം താമസിക്കില്ലല്ലോ? ഇല്ല. ആ ശരി, ഞാനെന്നാ ടാക്സി വിളിച്ചോണ്ടുവരാം. എന്റെ സീമന്ത രേഖയിൽ സിന്ദൂരം രാജു ചാർത്തി തരണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹം. എനിക്കറിയാം, ഒരിക്കൽ എന്റെ സീമന്ത രേഖയിൽ രാജു തന്നെ സിന്ദൂരം തൊടും. എനിക്കുറപ്പുണ്ട്. എന്താ അങ്ങനെ നിക്കണേ? വാ, വർമ്മ സാറിനെ കണ്ടിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നടത്താനുള്ളത്. എന്തോ എന്റെ മനസ്സ് പറയുന്നു നമ്മളിപ്പോ ഇവിടെ വരാൻ പാടില്ലായിരുന്നു എന്ന്. നീ എന്തുടനെ പറയണേ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെയൊരു കല്യാണം നടക്കുമ്പോ ഭൂരിഭാഗം അച്ഛന്മാരും വർമ്മ സാറ് പെരുമാറിയ പോലെ പെരുമാറുള്ളൂ. അതത്ര കാര്യാക്കേണ്ട പ്രശ്നമല്ല. ഒക്കെ ശരിയാവൂടി. എന്തായാലും വർമ്മ സാറിനെ വിളിച്ചല്ലേ പറ്റൂ. അതല്ലേ അതിന്റെ ഒരു മര്യാദ. അച്ഛാ, നീ വാടാ, ഞാനല്ലേ കൂടെ ഉള്ളത്. നിക്ക്. എങ്ങോട്ടാ? ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നാണ് സാർ. എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും ആ പടിയിന്നിറങ്ങി താഴെ നിന്നിട്ട്. നിന്നോട് സംസാരിക്കാൻ ആരാ പറഞ്ഞത്? നിനക്ക് എന്നോട് സംസാരിക്കാനുള്ള അവകാശം ഇന്നലത്തോടെ കഴിഞ്ഞു. അല്ല സാറേ, ഞങ്ങള് വന്നത് സാറിനെ പൂജയിലേക്ക് ക്ഷണിക്കാനാണ്. ഇവര് ആചാരപ്രകാരം അല്ലല്ലോ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് ഈ കല്യാണം ആചാരപ്രകാരം ആക്കാൻ വേണ്ടി നടത്തുന്ന പൂജയാ. വർമ്മ സാറും ബാക്കിയുള്ള എല്ലാവരും വരണം. യാമിനി,
അമ്പിയേച്ചി, എന്താ പ്രതിവേട്ട? ഇവിടെ ഗേറ്റിൽ സെക്യൂരിറ്റി ഇല്ലേ? ആള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയതാ. ഇത് ഈ കേരളത്തിലെ ഒരു മന്ത്രിയുടെ വീടാ. ഇവിടെ ഇങ്ങനെ കണ്ണി കണ്ടവർക്കൊന്നും കയറി വരാനുള്ള അനുവാദമില്ല. ഇനി എന്നെ കാണാൻ ആര് വന്നാലും അവർക്ക് ഗേറ്റിന് പുറത്ത് മാത്രമേ നിൽക്കാൻ അവകാശമുള്ളൂ. പ്രത്യേകിച്ചും ഇവർക്ക്. മനസ്സിലായോ? മനസ്സിലായി. എന്താ പ്രതാപ? നിങ്ങളോടാരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? എന്ത് ധൈര്യത്തിലാ ഇങ്ങോട്ട് കയറി വന്നേ? ഒരല്പമെങ്കിലും നാണമുണ്ടോ? ഇവനും ഇവൾക്ക് നാണോ ഇല്ലെന്ന് ഇന്നലെ തന്നെ തെളിയിച്ചതാ. നിങ്ങൾക്കൊക്കെ പ്രായമായില്ലേ? അതിന്റെ ഒരു വകതിരിവ് പോലും നിങ്ങൾക്കില്ലേ? മോൻ ചെയ്ത വൃത്തികെട്ട പരിപാടിക്ക് കൊട പിടിക്കാൻ വന്നതാണോ നിങ്ങൾ? ഒരു സന്ധി സംഭാഷണമൊക്കെ നടത്തി നൈസായിട്ട് ഇവരെ വീട്ടിനകത്തേക്ക് കയറ്റി കഴിഞ്ഞ പിന്നെ ഈ കാണുന്ന സ്വത്തുക്കളൊക്കെ നിങ്ങൾക്കുള്ളതല്ലേ? അത് കണക്കൂട്ടി വന്നതായിരിക്കും. അയ്യോ മാഡം, ഇങ്ങനെയൊന്നും പറയരുത്. ഞങ്ങൾ മനസ്സിൽ പോലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. നിങ്ങളൊക്കെ വലിയ ആൾക്കാരാ, ഞങ്ങൾ പാവങ്ങളും. ഞങ്ങൾക്ക് സ്വത്തും പണവും ഒന്നും വേണ്ട, ആഗ്രഹിച്ചിട്ടുമില്ല. ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ അന്നന്നത്തെ ജീവിതം കഴിഞ്ഞു പോണം. അതിൽ നിന്ന് എന്തെങ്കിലും മിച്ചമുള്ളത് നാളത്തേക്ക് സ്വരുക്കൂട്ടണം, അത്രേ ഉള്ളൂ. അല്ലാതെ അളവിൽ കവിഞ്ഞുള്ള പണം കുടുംബത്തിന്റെ സന്തോഷം ഇല്ലാതാക്കും, ഒത്തൊരുമ ഇല്ലാതാക്കും. അങ്ങനെ ചിന്തിച്ച് ജീവിക്കുന്ന സാധാരണ കുടുംബം ഞങ്ങളുടേത്. അതുകൊണ്ട് ഞങ്ങളെ ഇങ്ങനെ അപമാനിക്കരുത്. പിന്നെ എന്തിനെ കൊണ്ട് കെട്ടിയെടുത്തേക്കുന്നത്? ആചാരപ്രകാരമുള്ള വിവാഹമായിരുന്നില്ലല്ലോ ഇവരുടേത്. അതുകൊണ്ട് വീട്ടിലൊരു പൂജ ഒരുക്കിയിട്ടുണ്ട്. അതിന് ക്ഷണിക്കാൻ വേണ്ടി വന്നതാ ഞങ്ങള്. തനിക്ക് ഉളുപ്പുണ്ടോ മനുഷ്യ? എന്റെ ഇവളുടെയും കല്യാണം കൊള്ളാക്കിയിട്ട് ഇവൻ ഇവളെയും വിളിച്ചോണ്ട് പോയി. ഞങ്ങൾ എല്ലാവരും നാണം കെടുത്തി. എന്നിട്ട് ആചാരപ്രകാരമുള്ള കല്യാണം നടത്താൻ ക്ഷണിക്കാൻ വന്നിരിക്കുന്നു. ഇനി ഒരു നിമിഷം ഇവിടെ നിന്നാ എല്ലാവരും എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. പറഞ്ഞത് മനസ്സിലാക്കി ഇറങ്ങി പോ. എടാ മോനെ, അന്തസ്സില്ലാത്ത വർഗമാ നീ. ഇവരോട് സംസാരിച്ച് നിന്റെ വില കളയണ്ട. പറഞ്ഞത് കേട്ടില്ലേ? എല്ലാത്തിനും വിളിച്ച് ഇറങ്ങി പോടോ. അംബിക മാഡം, ശബ്ദിക്കരുത് നീ. ഒരക്ഷരം മിണ്ടാനുള്ള അവകാശം നിനക്കില്ല. തിന്ന ചോറിന് നന്ദി കാണിച്ചില്ലേ? വന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി നിങ്ങൾക്ക് പോവാം. പോകാം. അവിടെ നിൽക്ക്. ഇതാ, ഈ വീട്ടിൽ അംഗമല്ലാത്ത ഒരാളുടെ സാധനവും ഈ വീട്ടിൽ സൂക്ഷിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഇതിൽ നിന്റെ എല്ലാ സാധനവും ഉണ്ട്. പോകുമ്പോ ഇതുകൂടി എടുത്തോണ്ട് പോയിക്കോ.
വേണ്ട, എനിക്കൊന്നും കേൾക്കും വേണ്ട. നിന്നെ ഈ വീട്ടിൽ നിന്ന് ചേട്ടൻ പുറത്താക്കിയത് പിന്നെ ഈ വീട്ടിൽ ആർക്കും നീയുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇവിടെ നിന്ന് ഞങ്ങളുടെ സമയം മെനക്കെടുത്താതെ നിങ്ങളൊന്ന് പോണം. കേട്ടില്ലേ പറഞ്ഞത്? പോകാൻ.